ഇപ്പോൾ കുവൈറ്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട അതേ വാർത്തകളിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. നമ്മളോട് ഇപ്പോൾ പ്രതികരണങ്ങൾക്കായി ജ്യോതിദാസ് ചേരുന്നുണ്ട്. ജ്യോതിദാസ് കുവൈറ്റിലെ സാമൂഹിക പ്രവർത്തകനാണ്. ജ്യോതിദാസ്, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അവിടെ തൊഴിലാളികളുടെ സുരക്ഷയുമായൊക്കെ ബന്ധപ്പെട്ടാണ്. അതായത് ഈ ലേബർ ക്യാമ്പുകളിൽ തിങ്ങിക്കൂടി പാർക്കേണ്ടി വരുന്ന തൊഴിലാളികളുടെ ഒരു സാഹചര്യം. ജ്യോതിദാസിന് അവിടുന്ന് നേരിട്ട് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്? നമ്മൾ ഇത് ചർച്ച ചെയ്യുന്ന ഇപ്പം കുവൈറ്റ് ഉണ്ടായിരിക്കുന്ന ഈ അപകടത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണല്ലോ. സത്യത്തില് ഈ അപകടം പർട്ടിക്കുലറായിട്ട് ഈ അപകടത്തെ വിലയിരുത്തിയാൽ നമ്മൾ അതുമായിട്ട് ഈ കുവൈറ്റ് മൊത്തത്തിലുള്ള പ്രവാസി തൊഴിലാളികളുടെ ലേബർ ക്യാമ്പുകളുടെ പ്രശ്നങ്ങളും അവരുടെ മറ്റ് തൊഴിൽ പ്രശ്നങ്ങളും എല്ലാം ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നതിനകത്ത് ഒരു ലോജിക്കിന്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ ആക്സിഡന്റ് ഉണ്ടായ സത്യം പറഞ്ഞാല് കുവൈറ്റിലെ NBTC എന്നുള്ള കമ്പനി അവര് വളരെ നല്ല നിലയിൽ തൊഴിലാളികൾ ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു കമ്പനിയാണ്. അവർ ക്യാമ്പിംഗ് സൗകര്യം എല്ലാം നല്ല നിലയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ ക്യാമ്പ് തന്നെ സ്റ്റാഫിന്റെ ഒരു ക്യാമ്പിലാണ് ഈ ഇൻസിഡന്റ് ഉണ്ടായത്. അതുകൊണ്ട് സത്യത്തിൽ ആ ക്യാമ്പിന്റെ എന്തെങ്കിലും ഒരു കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ ഒരുക്കിയ സൗകര്യങ്ങളുടെ ഒരു പ്രശ്നം കൊണ്ടോ അല്ല ഇത്രയൊരു കാഷ്വാലിറ്റി ഉണ്ടായത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ നമ്മൾ ഈ തൊഴിലാളി പ്രശ്നങ്ങളെ മുഴുവൻ ഈ സംഭവമായിട്ട് കണക്ട് ചെയ്യുന്ന പറയുന്നതിനകത്ത് യുക്തിയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ ഈ ഗൾഫിലെ ഒരു പ്രശ്നം വരും ഇമ്മീഡിയറ്റ്ലി തൊഴിലാളികളുടെ കഷ്ടപ്പാടുകളും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന എല്ലാം കണക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല. അതൊരു പരമമായ സത്യമാണ്. പക്ഷെ ഈ പർട്ടിക്കുലർ ഇൻസിഡന്റിന് അതല്ല കാരണം. അതാണ് അതിന്റെ ഒരു പ്രശ്നം. കാരണം ഇതിനകത്ത് ഈ ഗ്രൗണ്ട് ഏരിയയിൽ നിന്ന് വളരെയധികം തീയും പുകയും ഉണ്ടായി മേളിലോട്ട് പോവുകയും അത് ശ്വസിച്ച് ആളുകൾ പെട്ടെന്ന് തന്നെ അബോധാവസ്ഥയിലാവുകയും അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായതാണ്. അല്ലാതെ ക്യാമ്പിന്റെ അപര്യാപ്തത കൊണ്ടോ ക്യാമ്പിന്റെ സൗകര്യങ്ങളുടെ പ്രശ്നം കൊണ്ടോ കമ്പനിയുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ സംഭവിച്ച ഒരു ഇഷ്യൂ അല്ല ഇത് സത്യം. ജ്യോതിദാസ്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ്, ഇപ്പോൾ നിലവിലെ അപകടവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ മാത്രമല്ല, ഇത്തരത്തിൽ ഒരു അപകടം സംഭവിക്കുമ്പോഴാണ് പ്രവാസികളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ, മോശമായ തൊഴിൽ സാഹചര്യങ്ങളും താമസ സൗകര്യങ്ങളൊക്കെ അത്തരത്തിൽ മോശമായ രീതിയിൽ ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരം അവസരങ്ങളിലാണ് നമ്മൾക്ക് അതിലേക്കൊക്കെ ഒന്ന് കൺതുറക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ആ വിഷയങ്ങളിലേക്ക് കൂടി കടക്കുന്നത്. ഇപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? അത് തീർച്ചയായും പ്രസക്തമാണ്. കാരണം ഒരുപാട് ക്യാമ്പുകളിൽ തൊഴിലാളികളുടെ സൗകര്യങ്ങളുടെ വളരെ പരിമിതിയുണ്ട്. ചുരുങ്ങിയ ആളുകൾക്ക് താമസിക്കാനുള്ള ഏരിയ തന്നെ വളരെ പാർട്ടീഷൻ ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകൾ താമസിക്കുകയും ഇപ്പം ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു എമർജൻസി വന്നാൽ രക്ഷപ്പെടാനുള്ള സാധ്യതകളൊക്കെ കുറയുന്ന സിറ്റുവേഷൻസ് ഒരുപാട് ക്യാമ്പുകളിലുണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ട് ആക്സസ് ഫയർ ബ്രിഗേഡിന്റെ ആക്സസ് ലിമിറ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള കെട്ടിടങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് പരിമിതികളും പ്രശ്നങ്ങളും ഈ ലേബർ ക്യാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവാസി തൊഴിലാളി മേഖലകളിലുണ്ട്. കാരണം ഈ പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളെല്ലാം ഈ ലേബർ അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളും മറ്റും കുറച്ചുകൊണ്ടാണ് കമ്പനികൾ ഈ കോൺട്രാക്റ്റുകളൊക്കെ ലാഭത്തിലോട്ട് എത്തിക്കുന്നത്. കാരണം കോൺട്രാക്റ്റുകളിൽ വളരെ മത്സരം നടക്കുകയും ചെറിയ റേറ്റിനൊക്കെ വർക്ക് എടുക്കുകയും പിന്നെ അത് ലാഭത്തിലാക്കാൻ കമ്പനികൾ ഈ ആളുകൾക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ കുറയ്ക്കുകയും ശമ്പളം കുറയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ മത്സരങ്ങളുടെ ഒരു ലോകത്തെ അവർ നേരിടുന്നത്. അപ്പം അതിന്റെ ഒരു തിക്തഫലം അനുഭവിക്കുന്ന തൊഴിലാളികളാണ്. അപ്പൊ അവരുടെ ആനുകൂല്യങ്ങൾ കുറയുന്നു, അവരുടെ ശമ്പളം കുറയുന്നു, സൗകര്യങ്ങൾ കുറയുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഒരു അഡ്രസ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ചയിലോട്ട് വരുന്നത് പ്രവാസി തൊഴിലാളികൾക്ക് ഗുണകരമാണ്. നമ്മുടെ സമൂഹത്തിന് മാറി ചിന്തിക്കുന്നതിനും വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതിനും ഒക്കെ തീർച്ചയായും ഇത് ഉപകരിക്കട്ടെ എന്നതാണ് ഈ അവസരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പർട്ടിക്കുലറായിട്ട് ഈ ഇൻസിഡന്റ് സത്യം പറഞ്ഞാൽ വളരെ ദൗർഭാഗ്യകരമായി പോയി. അതിന്റെ ഒരു ഷോക്കിംഗ് ഇന്ന് കുവൈറ്റിലെ മലയാളി സമൂഹം ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. സത്യം വളരെയധികം ഒരു അപ്രതീക്ഷിതമായ അവിശ്വസനീയമായ ഒരു വാർത്തയായിരുന്നു. കാരണം ഇത്രയധികം ഒരു മരണം ഉണ്ടായി, ഒരു ബിൽഡിങ്ങിൽ തന്നെ ഇത്രയും സംഭവിച്ചത് തികച്ചും അവിശ്വസനീയമായിരുന്നു. അത് വളരെ പുലർച്ചെയായിരുന്നു. പിന്നെ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറഞ്ഞുപോയി. അങ്ങനെയൊക്കെ സംഭവിച്ചതാണ്. ഇത് ദൗർഭാഗ്യം എന്നല്ലേ പറയേണ്ടതുള്ളൂ. മരണപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾക്ക് ദുഃഖത്തില് തീർച്ചയായും എല്ലാവരും പങ്കുചേരുന്നു. ഒപ്പം ഇത്തരം ഇൻസിഡന്റുകൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാൻ ഈ അവസരത്തിൽ എല്ലാവരും ശ്രമിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കുകയും ചെയ്യാം. ഇപ്പോൾ ജ്യോതിദാസ്, നമ്മൾ ഈ അപകടശേഷം നമുക്കുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനി ഈ ജീവിതത്തിലേക്ക് എത്ര പേർ തിരിച്ചു വരും എന്നുള്ളതാണ്. ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നവരുണ്ട്, അതിൽ തന്നെ മലയാളികളുണ്ട്. അപ്പോൾ അവർ ഈ മൃതദേഹങ്ങൾ തന്നെ നാട്ടിലെത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്?
ഈ ഒരു പ്രത്യേക ഈ അപകടത്തിന് ശേഷം എല്ലാ ഇടപെടലുകളിലും എല്ലാ തലങ്ങളിൽ നിന്നും ഇന്ത്യ ഗവൺമെന്റ് സൈഡിൽ നിന്ന്, കേരള സർക്കാരിന്റെ സൈഡിൽ നിന്ന്, അതുപോലെ തന്നെ കുവൈറ്റ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന്, കമ്പനിയുടെ സൈഡിൽ നിന്ന്, എല്ലാ സൈഡിൽ നിന്നും വളരെ ക്വിക്കായ റെസ്പോൺസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതിന് ആശുപത്രികളിലൊക്കെ വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള കെയർ കൊടുക്കുന്ന, ഒരു സർജറി വേണ്ട കേസുകളൊക്കെ ഇമ്മീഡിയറ്റ്ലി സർജറിക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വളരെ പ്രത്യേകം അറ്റൻഷൻ കൊടുത്തുകൊണ്ട് മന്ത്രിമാര് തന്നെ ആശുപത്രി സന്ദർശിക്കുന്നു, അപകടസ്ഥലം സന്ദർശിച്ചു കുവൈറ്റിലെ. അതുപോലെ ഇന്ത്യൻ അംബാസഡർ സജീവമായിട്ട് രംഗത്തുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി ഓൾറെഡി ഇവിടെ എത്തി. അപ്പൊ അങ്ങനെ വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള അറ്റൻഷൻ ഈ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. അത് ആശുപത്രി ഉള്ളവർക്ക് എല്ലാ രീതിയിലുള്ള അറ്റൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിന് തന്നെ ഇപ്പോ ഇന്ന് വാർത്തയിൽ നിന്ന് അറിയുന്നത് കുവൈറ്റ് അമീർ ഇടപെട്ടുകൊണ്ട് പ്രത്യേക വിമാന സൗകര്യങ്ങൾ അതിനുവേണ്ടി ഏർപ്പാടാക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടിട്ടുണ്ട് എന്നൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിൽ ഈ ഒരു അവസരത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ സാധ്യതകളും അധികാരികൾ ചെയ്യുന്നുണ്ട് എന്നത് തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു കാര്യം. ശരി, ശ്രീ ജ്യോതിദാസ്, നമ്മളുടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് നന്ദി.